ഇറാന് പിന്നാലെ അടുത്ത ഉന്നം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിടുന്നത് ക്യൂബയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. നേരത്തെ തന്നെ വെനിസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ അധികാരഭ്രഷ്ടനാക്കുകയും പിടികൂടുകയും ചെയ്തതിന് ശേഷം ക്യൂബയാണ് അടുത്ത ലക്ഷ്യമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യം കൂടുതൽ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇറാൻ ഈ യുദ്ധത്തിന് ശേഷം അടുത്തതായി ക്യൂബയിൽ ഒരു ഭരണമാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ക്യൂബയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയധികം വീർപ്പ് മുട്ടിക്കുന്ന സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മേൽ വലിയ ഉപരോധം, ആ രാജ്യം ഏതാണ്ട് 67 വർഷമായി അമേരിക്കയുടെ ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള വലിയ ഉപരോധമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഒബാമയുടെ ഭരണകാലത്ത് ഈ ഉപരോധത്തിൽ ചില ചെറിയ ഇളവുകളൊക്കെ വരുത്തിയിരുന്നതാണ്. പിന്നീട് പക്ഷേ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡന്റെ കാലത്ത് ഈ ഉപരോധം കൂടുതൽ കടുപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് ആ രാജ്യത്തിന് മേൽ എണ്ണ ഉപരോധം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ രാജ്യത്തിന് എണ്ണ നൽകിക്കഴിഞ്ഞാൽ, അസംസ്കൃത എണ്ണ നൽകിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ധനം കൊണ്ടുവരുന്ന രാജ്യങ്ങൾക്ക് മേൽ വലിയ നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ മെക്സിക്കോയും വെനിസ്വേലയുമായിരുന്നു പ്രധാനമായും ക്യൂബയ്ക്ക് ഇന്ധനം നൽകിയിരുന്നത്. പക്ഷേ മെക്സിക്കോയെ അടക്കം അതിൽ നിന്ന് പിന്മാറ്റുന്നതിലേക്ക് എത്തി കാര്യങ്ങൾ. അവിടുത്തെ ജനജീവിതം ഇപ്പോൾ അങ്ങേയറ്റം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയുന്നില്ല, ഇന്ധനമില്ല എന്നത് വലിയ പ്രതിസന്ധി. ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ ആകെ ഉലഞ്ഞ മട്ടാണ്. അതിനിടെ ഈ ക്യൂബൻ വിപ്ലവ നായകനായിരുന്ന റൗൾ കാസ്ട്രോയുടെ മകനുമായി അമേരിക്ക ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ ഈ റൗൾ കാസ്ട്രോയുടെ കൊച്ചുമകനെ അധികാരത്തിൽ എത്തിച്ചുകൊണ്ടൊരു ഭരണമാറ്റം, നേരത്തെ നിക്കോളാസ് മഡുറോയുടെ വിശ്വസ്തനെ കൊണ്ട് വെനിസ്വേലയിൽ അവിടെ ഭരണം ഏറ്റെടുപ്പിച്ചതുപോലെ ക്യൂബയിലും ഒരു സമാന്തര രീതിയിലുള്ള ഒരു ഭരണമാറ്റം, അതും അമേരിക്കയ്ക്ക് വഴങ്ങുന്ന ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ നിലയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതിനാണ്. ഏതായാലും അധികകാലം ആ ക്യൂബയിലെ സർക്കാർ ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്.